നമസ്കാരം. കൂൾ സൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുട്ടികളുമായൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് തേക്കടി. അവിടുത്തെ പ്രകൃതി ഭംഗിയും അവിടുത്തെ ബോട്ടിങ്ങും ആ തടാകവും ഒക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ ബോട്ടിങ്ങിന് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. എങ്ങനെയാണ് ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഓൺലൈൻ ബുക്ക് ചെയ്യാനായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ പെരിയാർ ടൈഗർ റിസർവ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ ടിക്കറ്റ്സ് എന്ന് കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ബോട്ടിങ്ങിൻ്റെ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ബോട്ടിംഗ് ടൈമും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. നിങ്ങൾ ടൈം നോക്കി വയ്ക്കുക. രാവിലെ 3 ട്രിപ്പുണ്ട്. 7:30, 9:30, 11:15. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2 ട്രിപ്പുണ്ട്. അതായത് 1:45-നും 3:30-ക്കും. ഇതിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും സെപ്പറേറ്റ് റേറ്റുകളാണ് ഉള്ളത്. എന്നിട്ട് ബുക്ക് ടിക്കറ്റ്സ് എന്ന് കാണുന്ന താഴത്തെ ഈ പച്ച ടാബിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഇങ്ങനെ ഒരു പേജിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ വലതുഭാഗത്തായി ഈ 5 ട്രിപ്പുകളുടെയും സീറ്റ് അവൈലബിലിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം എത്ര ടിക്കറ്റ് വേണം എന്നുള്ളത് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ഇതുപോലെ ഒരു പേജിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പേര് മാറ്റി മാറ്റി കൊടുക്കുക. മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ ഒരെണ്ണം തന്നെ കൊടുത്താലും മതിയാകുന്നതാണ്. ഇവ ശേഷം എത്ര പേരുണ്ടോ, നമ്മളിപ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെയും ഫില്ല് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ 3 പേരുടെയും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടിക്കറ്റും എൻട്രി ടിക്കറ്റും ബസ് ടിക്കറ്റും ചേർത്ത് വേണം ബുക്ക് ചെയ്യാൻ. ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ചെന്ന ശേഷം സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്ന പേജിലേക്ക് വരും. 990 രൂപയാണ് 3 പേർക്ക് ടിക്കറ്റുകളെല്ലാം ചേർന്നാകുന്നത്. പ്ലസ് 25 രൂപ ഇൻ്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജസും വരുന്നുണ്ട്. ഇത് നമ്മളെ വീണ്ടും ട്രാൻസാക്ഷൻ പേജിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നമുക്ക് സാധാരണ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. നെറ്റ് ബാങ്കിങ്, UPI തുടങ്ങിയ എല്ലാ 4 മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് അവൈലബിൾ ആണ്. നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ് PDF ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ടിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൈ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളത് പ്രിൻ്റ് എടുത്തിരുന്നു. ഇതിനുള്ളിൽ തന്നെ നമുക്ക് സമയവും കാര്യങ്ങളും പേരും എല്ലാം കാണിച്ചിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ID ഉണ്ടായിരിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ ടിക്കറ്റുമായിട്ട് ആണ് നമുക്ക് ബോട്ടിങ്ങിന് പോകേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ KTDCയുടെ ബോട്ടിംഗ് സൈറ്റ് ഉണ്ട്. അതിൽ KTDC ബോട്ടിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ ഡേറ്റും ടൈമും എത്ര ആളുകൾ എന്നുള്ളതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ഇതുപോലെ ഒരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. KTDC 2 ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. താരതമ്യേന വലിയ ബോട്ടുകൾ ആണ് KTDCയുടെ. എന്നാൽ KTDCയുടെ ചാർജ് കൂടുതലാണ്. 450 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഫോറസ്റ്റിൻ്റെ നോക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇതേപോലെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകും. പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ പോയ ശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഇഷ്യൂ ആകുന്നതാണ്. ഞാനിത് ബുക്ക് ചെയ്തിട്ടില്ല. അത് കാരണം എനിക്ക് കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലെത്തി നമ്മൾ കുമളിയിൽ എത്തിയിരിക്കുകയാണ്. കുമളിയിൽ ഈ ബോർഡും കാര്യങ്ങളും കണ്ടു. ഇവിടുന്ന് തന്നെ ഗവിയിലേക്ക് ട്രിപ്പ് ഉണ്ടെന്നുള്ള ബോർഡ് ഇവിടെ കാണാം. നമ്മൾ ചെല്ലേണ്ടത് ഫോറസ്റ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയാണ്. നമ്മൾ ഏത് പ്രൈവറ്റ് വെഹിക്കിളിൽ വന്നാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ വാഹനത്തിലാണ് ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടുമായി ഈ കൗണ്ടറിൽ ചെന്ന് നമ്മൾ ടിക്കറ്റ് കാണിക്കുക. ഇൻ കേസ് നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇവിടുന്ന് കിട്ടുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻട്രി ടിക്കറ്റും ബസ് ടിക്കറ്റും മാത്രമായിരിക്കും. നമ്മൾ നേരത്തെ തന്നെ ഇത് രണ്ടും ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടതായ കാര്യമില്ല. ഇവിടെ 1 മണിക്കൂർ മുമ്പ് തന്നെ
നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ആ വണ്ടിയിൽ ബസ്സിലേക്ക് കയറിയിരിക്കുക. ഈ ബസ് ഫില്ലാകുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. 3, 4 ബസ്സുകളുണ്ട്. ഒരു ബസ് പോയി കഴിയുമ്പോൾ അടുത്ത ബസ് വരുന്നതായിരിക്കും. ഇത് ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കൂടെ യാത്ര ചെയ്താണ് നമ്മുടെ ബോട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നത്. വശങ്ങളുടെയും കാഴ്ചയും മറ്റും കണ്ട് നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഡെക്കറേറ്റീവായി ചെയ്തു വെച്ചിട്ടുണ്ട് കാണുവാനായിട്ട്. ഈ ഒരു കഫേയുടെ സൈഡിലായിട്ടാണ് നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇവിടെ തുള്ളിക്കളിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതിന് വലതുവശത്തായി കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി നമ്മുടെ ടിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കേണ്ടതാണ്. എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബോട്ടിങ്ങിന്റെ ടിക്കറ്റാണ്. ഈ ടിക്കറ്റിൽ ക്ലിയർ ആയിട്ട് പെരിയാർ എന്ന് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ UD എന്ന് എഴുതിയിരിക്കുന്ന അപ്പർ ഡെക്ക് എന്നുള്ളതാണ്. നമ്മൾ ഇൻ കേസ് ടിക്കറ്റ് എടുത്തിരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കൃത്യസമയത്തായിരിക്കും നമ്മളെ ബോട്ടിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈ സ്ഥലത്താണ് ബോട്ടുകൾ വന്ന് നിൽക്കുന്ന. ബോട്ടുകളുടെ പാർക്കിംഗ് ഇവിടെയാണ്. ഇവിടം വരെ നമ്മൾ നടന്നു പോകേണ്ടതുണ്ട്. പ്രായമായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആയിരിക്കേണ്ടതാണ്. നമ്മൾ ബോട്ടിൽ കയറി. ഇത് ഫോറസ്റ്റിന്റെ ബോട്ടാണ്. ഫോറസ്റ്റിന്റെ ബോട്ടുകൾ കൂടാതെ KTDCയുടെ 2 ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഫോറസ്റ്റിന്റെ 4 ബോട്ടുകളോ മറ്റോ ഞങ്ങൾ പോയ ദിവസം ഉണ്ടായിരുന്നു. വളരെ ശാന്തമായും വളരെ സ്ലോ ആയിട്ടുമാണ് നമ്മൾ ഈ തടാകത്തിലൂടെ പോകുന്നത്. ചുറ്റും എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പലരും പറയുന്നത് രാവിലെയും വൈകിട്ടുമുള്ള ട്രിപ്പുകളിലാണ് കൂടുതൽ ജീവികളെയും മറ്റും കാണാൻ പറ്റുന്നത് എന്നാണ്. നമ്മൾ പോയ ദിവസം ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു 1.5 മണിക്കൂർ നേരത്തെ ബോട്ട് യാത്രയാണ് നമ്മളോട് നടത്തുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു മാൻ പോലെയോ അല്ലെങ്കിൽ മ്ലാവ് പോലെയുള്ള ഒരു ജീവിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ ചില പ്രത്യേകതരം പക്ഷികളെയും നമുക്ക് ഈ യാത്രയിൽ കാണാം. പലതരത്തിലുള്ള പക്ഷികൾ നമ്മുടെ ഈ യാത്രയിൽ ഉടനീളം കാണാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ആനയും 2 ആനകളെ കണ്ടിരിക്കുന്നു. ആനകൾ അവിടെ നിന്ന് മേയുന്ന കാഴ്ച നമുക്ക് കാണാം. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കുറേ കാട്ടുപന്നികളെ കാണുകയുണ്ടായി. ഇത് ബൈനോക്കുലേഴ്സിലൂടെയുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ ബോട്ടിൽ തന്നെ 2 പേർ അസിസ്റ്റ് ചെയ്യാനായി നമുക്ക് ഉണ്ടാവും. അവർ പറഞ്ഞു തരികയും നമ്മളെ ബൈനോക്കുലർ കാണിച്ചു തരികയും ചെയ്യും. ഇത് ചില കിളികളുടെയും മറ്റും പക്ഷികളുടെയും മറ്റും കാഴ്ചകളാണ് ഇതിൽ കാണുന്നത്. കൂടാതെ ഇതിപ്പോൾ കാട്ടുപോത്തിനെയും നമ്മൾ കാണുകയുണ്ടായി. കുറേ കാട്ടുപോത്തുകളെ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു. വീണ്ടും നേരത്തെ കണ്ട ആനയുടെ തന്നെ തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചയാണ്. വേറെ പ്രത്യേകതരം ഒരു പക്ഷിയെ നമ്മളിവിടെ സ്പോട്ട് ചെയ്തു. ഇവയൊക്കെ കണ്ട ശേഷം 1.5 മണിക്കൂർ ബോട്ടിങ്ങിന് ശേഷം നമ്മളെ തിരിച്ച് ഇവിടെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ട് ഇറക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഒരു സന്തോഷം ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ വന്ന പോയിന്റിലേക്ക് തന്നെ പോവുക. അവിടെ നിന്ന് ബസ്സിൽ കയറ്റി നമ്മളെ തിരിച്ചും എൻട്രൻസിൻ്റെ അവിടെ തന്നെ കൊണ്ടുവിടുന്നതായിരിക്കും. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ളൊരു ഫെസിലിറ്റിയും ഉണ്ട്. Like, comment, and subscribe. Like, comment, and subscribe.